Monostable multivibrator. A monostable multivibrator is also known as one-shot multivibrator. It has one stable state and one quasi-stable state or unstable state. Normally, the circuit stays in a stable state when external input trigger is applied. The circuit is changed to unstable state for a period determined by the circuit constants. After this period of time, the circuit returns to initial stable state and the process repeated for the application of each trigger pulse. Thus, monostable multivibrator produces a single output pulse for each input trigger pulse. എന്താ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ? നമ്മൾ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ കണ്ടു. എന്താ അതിന് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല, രണ്ട് അൺസ്റ്റേബിൾ അല്ലെങ്കിൽ രണ്ട് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനകത്തുള്ളത്. അത് സ്ക്വയർ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? വിത്തൗട്ട് എനി അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ട്രിഗറിംഗ് പൾസ്. അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനകത്ത് നമ്മൾ ട്രിഗറിംഗ് പൾസേ യൂസ് ചെയ്യുന്നില്ല. ഇനി മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനകത്ത് എന്താ? ഇതിലൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, മോണോസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റും ഉണ്ട്. ഇത് എന്തുകൂടി പറയുന്നുണ്ട്? വൺ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ. ഇതിൽ നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് അത് സ്റ്റേബിൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അത് എന്താ വൺ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോകും. വീണ്ടും ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിൾ സ്റ്റേറ്റ്, ട്രിഗർ ഇല്ലെങ്കിൽ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് അത് സ്റ്റേബിൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ അൺസ്റ്റേബിൾ സ്റ്റേറ്റും ഉണ്ട്. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം. നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ്, അതേപോലെ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിലും എങ്ങനെയാ? സെയിം ആണ്. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ട്രാൻസിസ്റ്റർ T1ന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസിസ്റ്റർ T2ന്റെ ബേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രാൻസിസ്റ്റർ T2ന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസിസ്റ്റർ T1ന്റെ ബേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻപുട്ട് ട്രിഗർ പൾസ് നമ്മൾ T1ന്റെ ബേസിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനനുസരിച്ചായിരിക്കും ഇതിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് എവിടുന്നാണോ എടുക്കുന്നത്? മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഹാസ് സിംഗിൾ സ്റ്റേബിൾ സ്റ്റേറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ട്രാൻസിസ്റ്റർ അക്രോസ് വിച്ച് വി ആർ ടേക്കിംഗ് ഔട്ട്പുട്ട്. നമ്മൾ ഏതിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിനൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ട്രാൻസിസ്റ്റർ T1ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് VCC ആയിരിക്കും. ഇനി നമ്മൾ T2ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഔട്ട്പുട്ട് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിൽ നമ്മൾ ഇപ്പൊ ഔട്ട്പുട്ട് T2 എന്ന് എടുക്കുന്നത് പോലെ കൺസിഡർ ചെയ്യാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വോൾട്ടേജ് -VBB എന്ത് ചെയ്യും? T1ന് ഓഫ് സ്റ്റേജിലായിരിക്കും. നെഗറ്റീവ് വോൾട്ടേജ് -VBB കീപ്സ് T1 ഓഫ് ആൻഡ് എ സ്മോൾ പോസിറ്റീവ് വോൾട്ടേജ് ഫ്രം പ്ലസ് VCC മേക്ക് T2 in saturation, that is in on state. ഇപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഇനീഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന T1 ഓഫ് കണ്ടീഷനിലും അതേപോലെ T2 ഓൺ കണ്ടീഷനിലും. ഇതിൽ T1 ഓഫ് ആണെങ്കിൽ ഇതിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? മാക്സിമം പ്ലസ് VCC വോൾട്ടേജ് ആയിരിക്കും. ദ വോൾട്ടേജ് അക്രോസ് ട്രാൻസിസ്റ്റർ T1 വിൽ ബി പ്ലസ് VCC ആൻഡ് T2 കണ്ടക്ടിംഗ് ആണ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? മിനിമം VCE സാച്ചുറേഷൻ, കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE saturation. The circuit will continue to stay in the state until a trigger pulse is applied at C. When a positive trigger pulse of sufficient amplitude is applied to the base of transistor T1 through C1, T1 starts conducting. ഇതിൽ നമ്മൾ ഇനീഷ്യൽ എന്താ ഈ നെഗറ്റീവ് VBB T1ന് ഓഫ് കണ്ടീഷനിലും ഈ പ്ലസ് VCC T2ന് ഓൺ കണ്ടീഷനിലേക്കും മാറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ക്രോസ് ഉള്ള കപ്പാസിറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇനി ഇത് ഓഫ് കണ്ടീഷനിലായതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് VCC ആയിരിക്കും. ഇനി ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും? നമ്മൾ ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നത് വരെയും ഈ ഒരു മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് ആ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി നമ്മളൊരു പോസിറ്റീവ് ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ടേൺ ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് നമ്മൾ ഈ കപ്പാസിറ്റർ C1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ T1 എന്തായി, ടേൺഡ് ഓൺ ആയി. ആസ് T1 സ്റ്റാർട്ട്സ് കണ്ടക്ടിങ്, ഇറ്റ്സ് കളക്ടർ വോൾട്ടേജ് റെഡ്യൂസസ് ഡ്യൂ ടു ലോഡ് RL1. ഇത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് VC1 എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് VCE സാച്ചുറേഷനിലോട്ട് പോകും. അതേ സമയത്ത് കപ്പാസിറ്റർ C എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും ത്രൂ ദി ബേസ് ഓഫ് T2. T2 എന്താവും, ടേൺഡ് ഓഫ് ആവും. ഇതിൽ T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ പ്ലസ് VCCയിലോട്ട് ചാർജ് ചെയ്യും. അതിനുശേഷം അപ്പൊ ഈ നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യും, ഇതിന്റെ ബേസിലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് T2 ടേൺഡ് ഓഫ് കണ്ടീഷനിലാവും. അപ്പൊ T2 കട്ട് ഓഫ് കണ്ടീഷനിലാവുന്ന സമയത്ത് T2വിന്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് അക്രോസ് T2 വിൽ ബി മാക്സിമം പ്ലസ് VCC. നമ്മള് ഈ കൊടുക്കുന്ന ട്രിഗറിംഗ് പൾസ് ഒരു ഷോർട്ട് ഇന്റർവെൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, കട്ട് ഔട്ട് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, T1 വീണ്ടും കട്ട് ഓഫ് സ്റ്റേജ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേജിലോട്ട് ചേഞ്ച് ചെയ്യും. അതായത് ഈ ട്രിഗറിംഗ് പൾസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ T1 എന്തായി, വീണ്ടും ഓഫ് കണ്ടീഷനിലായി. അപ്പൊ ഇതിന്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് വീണ്ടും എന്ത് ചെയ്യും, കളക്ടർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, പ്ലസ് മൈനസ് നിന്റെ പൊളാരിറ്റിയിൽ. അപ്പൊ ഈ പോസിറ്റീവ് എന്ത് ചെയ്യും, T2വിനെ ടേൺ ഓൺ ചെയ്യിക്കും. ദി അപ്ലൈഡ് പോസിറ്റീവ് ട്രിഗറിംഗ് പൾസ് വിൽ കട്ട് ഓഫ് ആഫ്റ്റർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം ആൻഡ് ദിസ് വിൽ മേക്ക് T1 ഇൻ കട്ട് ഓഫ് സ്റ്റേറ്റ് ആൻഡ് കളക്ടർ വോൾട്ടേജ് അക്രോസ് T1 will increase and capacitor C begins to charge in opposite polarity. This positive voltage from capacitor C is applied to the base of transistor T2. This will make transistor T2 in on state. The voltage across T2 reduces to VCE saturation. The circuit will stay in the state until another positive triggering pulse is applied to the base of transistor T1. ഇതിനകത്ത് അടുത്ത ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് വരെയും എന്തായിരിക്കും, T1 ഓഫ് കണ്ടീഷനിലും T2 ഓൺ കണ്ടീഷനിലും ആയിരിക്കും. അപ്പൊ T1 ഓൺ ആണെങ്കിൽ അതിന് കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇത് ഓഫ് ആണെങ്കിൽ, T1 ഓഫ് ആണെങ്കിൽ ഇതിന്റെ കളക്ടർ വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. T2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് VCE മിനിമം ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം. ആദ്യത്തെ ഔട്ട്പുട്ട് എന്താ, ട്രാൻസിസ്റ്റർ T1 ക്രോസ് ഉള്ള ഔട്ട്പുട്ട് VC1. നമ്മള് T1 ഓഫ് ആണ് ആദ്യം, T2 ഓൺ. ആ സമയത്ത് VC1 എന്തായിരിക്കും, മാക്സിമം പ്ലസ് VCC. ആ സമയത്ത് ട്രാൻസിസ്റ്റർ T1 ബേസിലോട്ട് ആക്ട് ചെയ്യുന്ന വോൾട്ടേജ് VB1 എന്താ, ഒരു മൈനസ് VBB, നെഗറ്റീവ് VBB വോൾട്ടേജ് ആണ് T1 ബേസിലോട്ട് ആക്ട് ചെയ്യുന്നത്. VB1 എന്ന് പറയുന്നത് മൈനസ് VBB ആണ്. ഇനി T1 ഓൺ ആവുന്ന സമയത്ത് അതിനെ ക്രോസ് ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് VC2 എന്താ, VCE സാച്ചുറേഷൻ മിനിമം വോൾട്ടേജ് ആണ്. അപ്പൊ ഇതിന്റെ ബേസിലോട്ട് ട്രാൻസിസ്റ്റർ T2 ബേസിലോട്ട് ആക്ട് ചെയ്യുന്ന വോൾട്ടേജ് VB2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് VBE സാച്ചുറേഷൻ. ഇനി അടുത്ത ടൈമിൽ എന്ത് ചെയ്തു, നമ്മളൊരു പോസിറ്റീവ് ട്രിഗറിംഗ് പൾസ് കപ്പാസിറ്റർ C1 വഴി ട്രാൻസിസ്റ്റർ T1 ബേസിലോട്ട് അപ്ലൈ ചെയ്തു പോസിറ്റീവ് വോൾട്ടേജ്. ആ സമയത്ത് T1 ഓൺ, T2 ഓഫ്. T1 ഓൺ ആവുന്ന സമയത്ത് ഇതിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായി, VCE സാച്ചുറേഷൻ മിനിമം വോൾട്ടേജ് ആയി. അതേസമയം T2 ഓഫ് ആവുന്ന സമയത്ത് അതിന്റെ കളക്ടർ വോൾട്ടേജ് എന്താ, മാക്സിമം പ്ലസ് VCC വോൾട്ടേജ്. ഇത് ഓഫ് കണ്ടീഷനിലാവാൻ എന്താ കാരണം, T2 ഓഫ് ആവാൻ കാരണം T2 ബേസിലോട്ട് VB2 കപ്പാസിറ്റർ C ഡിസ്ചാർജിംഗ് വോൾട്ടേജ് മൈനസ് VCC ആണ് ആക്ട് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ വേവ് ഫോം വരിക. ജസ്റ്റ് പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ ഇതിന് രണ്ട് സ്റ്റേജ് ഉണ്ട്, T1 T2. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ T1 ഓഫ് ആണ്, ദാറ്റ് ഈസ് T1 ഇൻ കട്ട് ഓഫ് സ്റ്റേജ്. T2 ഓൺ, ദാറ്റ് ഈസ് T2 ഇൻ സാച്ചുറേഷൻ. T1 ഓഫ് ആണെങ്കിൽ അതിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും, പ്ലസ് VCC. കപ്പാസിറ്റർ ചാർജസ് ടു പ്ലസ് VCC. അതേപോലെ ബേസിലോട്ട് T1 ബേസിൽ ഏത് വോൾട്ടേജ് ആ, മൈനസ് VBB. അതേപോലെ T2 ഓൺ ആണെങ്കിൽ അതിന്റെ ബേസിലോട്ട് ആക്ട് ചെയ്യുന്നത് ഒരു സ്മോൾ പോസിറ്റീവ് വോൾട്ടേജ് VBE സാച്ചുറേഷൻ. VB2 എന്ന് പറയുന്നത് VBE സാച്ചുറേഷൻ.
കളക്ടർ വോൾട്ടേജ് VC2 റെഡ്യൂസസ് ടു VCE സാച്ചുറേഷൻ. T2 ഓൺ ആണെങ്കിൽ അതിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് VCE സാച്ചുറേഷനിലായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? T1ന്റെ ബേസിലോട്ട് ഒരു ട്രിഗറിംഗ് പൾസ് അപ്ലൈ ചെയ്ത് T1നെ ടേൺ ഓൺ അല്ലെങ്കിൽ സാച്ചുറേഷൻ കണ്ടീഷനിൽ കൊണ്ടിരുന്നുണ്ട്. ആ സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും -VCCയിലോട്ട്. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ T2 ഓഫ് സ്റ്റേജിലാവുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് കളക്ടർ വോൾട്ടേജ് VC2 എന്ന് പറയുന്നത് +VCC ആയിരിക്കും. അതേപോലെ T2ന്റെ ബേസിലോട്ട് ആക്ട് ചെയ്യുന്ന വോൾട്ടേജ് എന്താ? ഈ സിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വോൾട്ടേജ് ആണ് B2ന്റെ ബേസിലോട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഓവറോൾ വർക്കിംഗ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ. ഇതിന് ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റേബിൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ട്രിഗർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഇതിനനുസരിച്ചാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനകത്ത് സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യുന്നത്.